ഇത് എന്ത് വൈജ്ഞാനികമായി ആശയപരമായി നീ ഈ പറയുന്ന ബക്കറത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോ മൂസ പറഞ്ഞു, ഇന്നഹു ബക്കറത്തുൻ സഫ്രാ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നുള്ള അർത്ഥത്തിനല്ല, അത് ഉന്നതമായ മൂല്യവത്തായ ഒരു വിജ്ഞാനമാണത്. അതാണ് സിഫർ. ഏറ്റവും മൂല്യവത്തായ, ഒന്നിന്റെ മുമ്പിൽ ഒരു 0 ഇട്ടാൽ അതിന് 10 മൂല്യം കൂടി, ഒരു 0 കൂടി ഇട്ട. സിഫർ എന്ന് പറഞ്ഞാൽ 0 എന്നാണ്. സിഫർ അല്ലേ, 0 എന്നല്ലേ? ഒന്നിന്റെ മുമ്പിൽ സംഗതി 0ആണ്, പക്ഷെ ആ ഒന്നിന് 0 ഇട്ടാൽ അതിന് വില കൂടി. ഒന്നും കൂടി ഇട്ടാൽ അത് 100 മൂല്യം കൂടി. അപ്പൊ വൈജ്ഞാനിക രംഗത്ത് മൂല്യവത്തായ ഒന്നാണത്. നിങ്ങൾക്ക് ഫാക്കിഉൻ, നിങ്ങളെ വിജ്ഞാനത്തിന്റെ അക്സയിൽ എത്തിക്കുന്ന അതാണത്. ഫാക്കിഉൻ ഐ വസല ഇലാ ഹദ്ദിഹിൽ അക്സ എന്നാണ്. നിങ്ങളെ വൈജ്ഞാനിക രംഗത്ത് അക്സയിൽ എത്തിക്കുന്ന, അങ്ങേ അറ്റത്തെത്തിക്കുന്നതാണ് ആ ബക്കറത്ത്. അങ്ങനത്തെ അറിവാണത്. അതിന് നിങ്ങൾ കീഴ്പ്പെടണം. ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ എളുപ്പമാണ്. കീഴ്പ്പെടുക എന്നാണ്, നമ്മൾ അതിന് വിധേയപ്പെടുക. റബ്ബഹ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക. ഫിറഔൻ ചെയ്തത് റബ്ബഹയാണ്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിറഔന യസൂമൂനകും സൂഅൽ അദാബി വയുദബ്ബിഹൂന. അവൻ ഇജ്ബാറായിട്ട് കീഴ്പ്പെടുത്തിയിരുന്നു. അവന്റെ മേധാവിത്വവും അവന്റെ അഹങ്കാരവും കാരണം അവൻ കീഴ്പ്പെടുത്തിയിരുന്നു. കീഴ്പ്പെടുകയല്ല, റബ്ബഹ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക. അലിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. അപ്പോ ലാ ഫാരിളുൻ സഫ്റാഉൻ ഫാഖിഉൻ ലൗനുഹ തസുറുൻ നാദിരീൻ. ആ ജ്ഞാനം കിട്ടുമ്പോൾ സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്ക് അത് സന്തോഷം നൽകും. നാദിർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കുന്ന ആളെന്നല്ല. നെലറത്ത് എന്ന് പറഞ്ഞാൽ വ്യൂ ആണ്. നല്ല അഹ്ലു തദ്ഖീഖ് എന്നാണ് അതിനെക്കുറിച്ച് പറയണത്. അഹ്ലു തദ്ഖീഖ്, ദഖീഖായിട്ട് കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ജ്ഞാനം കിട്ടിയാൽ അവരിൽ സന്തോഷമുണ്ടാക്കും. അല്ലാത്തവർക്ക് ജാഹിലിന് എന്ത് എൽമിട്ടിട്ട് എന്ത് മസറത്ത് ഉണ്ടാക്കുക, എന്ത് സന്തോഷം ഉണ്ടാക്കുക? അതാണ് അഹ്ലു തദ്ഖീഖാണ് നാദിരീങ്ങൾ. ആരാണ് നാദിരീങ്ങൾ? അഹ്ലു തദ്ഖീഖ്, ദഖീഖായിട്ട് സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് അഹ്ലു തദ്ഖീഖ്, അവരാണ് നാദിരീങ്ങൾ. അല്ലാതെ പയ്യനെ നോക്കിയാൽ നല്ല സന്തോഷം കിട്ടുന്നല്ല, ആ കളറ് കണ്ടിട്ട് അതല്ല, അവരല്ല നാദിർ. അതാണ് ബിൻ നളിരി വൽ ഫിക്കിരി എന്നാണ് അറബി തന്നെ പറ. നെളറ് ഫിക്കർ, സൂക്ഷ്മമായി വിലയിരുത്തുക, ചിന്തിക്കുക. ഞങ്ങളെ പ്രയോഗം തന്നെ അതാണ്, ബിൻ നളിരി വൽ ഫിക്കിരി എന്നാണ്. നെളറും ഫിക്കറും. ഞാനെന്താ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കാൻ കുറച്ച് ആലിമീങ്ങളുണ്ട്. ഈ ക്ലാസ് കേൾക്കാൻ അവർക്ക് ഈ നെളറും ഫിക്കറും കേട്ട അപ്പത്തിന് കിട്ടും. ഉസ്താദന്മാർക്ക് വേഗം കിട്ടും. അവർക്ക് പിന്നെ ചോദ്യമല്ല, അവർക്ക് പിന്നെ എനിക്ക് വിളിക്കലുണ്ട്. നിങ്ങൾ ആ പറഞ്ഞതിന്റെ അപ്പുറം ഇനി അതിനെ കുറിച്ച് പറയാനില്ല. ഇത് കേട്ട അപ്പൊ വിളിക്കും അവര്. അതാണ് അഹ്ലു നെളർ എന്ന് പറഞ്ഞ അഹ്ലു തദ്ഖീഖാണ്. സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്താം. അല്ലാതെ നമ്മൾ ഒറ്റ നോട്ടത്തിന് ഒരു ബസ്സിന്റെ കളർ നോക്കുമ്പോൾ അതിനല്ല. അവരല്ല നെളറ്. അല്ലെങ്കിൽ ഒരു കുപ്പായത്തിന്റെ നിറം നോക്കലല്ല, അല്ലെങ്കിൽ ഒരു മൊബൈലിന്റെ ചൊറുക്ക് നോക്കലല്ല നെളറ് അറബിയിൽ. സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുന്നവരാണ്. അപ്പൊ അങ്ങനെ വിജ്ഞാനത്തെ സൂക്ഷ്മമായി വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ വിജ്ഞാനം കിട്ടിയാൽ അവരിൽ മസറത്ത് ഉണ്ടാക്കും, തസുറു, അവരിൽ സന്തോഷമുണ്ടാക്കും, ആനന്ദമുണ്ടാക്കും. പടച്ചോനെ, എന്ത് ജ്ഞാനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്, എന്താണ് നിന്റെ ജ്ഞാനത്തിന്റെ മഹത്വം, എത്രമാത്രമാണ് എന്ന് അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ അറിവാണത്, അറിവിന്റെ ലോകമാണത്. അതിന് നിങ്ങൾ കീഴ്പ്പെടണം. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പൊ എത്ര 6 വിശേഷനായി. തസുറുൻ നാദിരീൻ,